നമസ്കാരം. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വിജയിച്ച മുൻ എം.എൽ.എ. കൂടിയായ കെ.സി. രാജഗോപാലിൻ്റെ വിജയമാണ് ഏറെ ശ്രദ്ധേയമായി മാറുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുൻ എം.എൽ.എമാരിൽ പ്രമുഖനാണ് കെ.സി. രാജഗോപാൽ. 2006 അദ്ദേഹം CPM സ്ഥാനാർത്ഥിയെ മത്സരിച്ച് എം.എൽ.എ. ആയി വിജയിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് CPM-ലെ ഗ്രൂപ്പുകളിൽ അടിതെറ്റി വീഴുകയായിരുന്നു അദ്ദേഹം. പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം മെഴുവേലി പഞ്ചായത്തിലെ 8ാം വാർഡിൽ നിന്ന് വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. മെഴുവേലി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു കെ.സി. രാജഗോപാൽ. ആറന്മുളയിൽ വിമാനത്താവളം വരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നടന്ന കാര്യങ്ങളിലൊക്കെ വളരെ മുന്നിൽ നിന്നിരുന്ന വ്യക്തിയായിരുന്നു കെ.സി. രാജഗോപാൽ. നേരത്തെ മെഴുവേലി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കുറി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അപൂർവം മുൻ എം.എൽ.എമാർ ഒരാളാണ് കെ.സി. രാജഗോപാൽ. നമുക്കറിയാം, പാലക്കാട് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ മത്സരിച്ച മുൻ എം.എൽ.എ. A.V. ഗോപിനാഥ് LDF സ്ഥാനാർത്ഥിയെ തന്നെയാണ് അദ്ദേഹം മത്സരിച്ചത്. ഇക്കുറി അദ്ദേഹം പരാജയപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ കെ.സി. രാജഗോപാലിന് വലിയൊരു തോതിലുള്ള വിജയമുണ്ടായിരിക്കുന്നത്. പത്മകുമാറിനെ പോലെയുള്ള കെ.സി. രാജഗോപാലിനെ ഒരു കാലത്ത് പാർട്ടിയിൽ ഒതുക്കിയ ആളുകൾ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സമയത്താണ് കെ.സി. രാജഗോപാലിന് ഇത്തരത്തിലുള്ള ഒരു വലിയ വിജയം ഉണ്ടായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, പത്തനംതിട്ട ജില്ലയിൽ UDFന് വലിയ തോതിലുള്ള മുന്നേറ്റം അവിടെ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ.സി. രാജഗോപാലിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ സീനിയറായ ഒരാളിനെ മുന്നിൽ നിർത്തി പോലും കളിക്കാൻ ഇറങ്ങിയിട്ടും LDFന് ഉദ്ദേശിച്ച തോതിലുള്ള വിജയം ജില്ലയിൽ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് CPM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയായതും അതൊക്കെ തന്നെ പിന്നീട് LDFന് വലിയ തോതിലുള്ള തിരിച്ചടിക്ക് കാരണമായി എന്നാണ് കരുതപ്പെടുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ UDFൻ്റെ മുന്നേറ്റമാണ് കാണുന്നത്. പല സ്ഥലങ്ങളിലും അവിടെ NDAയും മുന്നിൽ നിൽക്കുന്നുണ്ട്. ഏതായാലും പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം കെ.സി. രാജഗോപാലിൻ്റെ വിജയം അവർക്ക് വലിയൊരു നേട്ടമായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അദ്ദേഹം പഞ്ചായത്തിലേക്കാണ് മത്സരിച്ചത്. മെഴുവേലി പഞ്ചായത്തിലേക്കാണ്. ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും മെഴുവേലി പഞ്ചായത്ത് പ്രസിഡൻ്റാകാനാണ് സാധ്യത. ഭരണം ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ CPM സംബന്ധിച്ചിടത്തോളം അവരുടെ പഴയ പടക്കുതിരകളൊന്നിനെ വീണ്ടും കളത്തിലിറക്കി വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു നേട്ടം അവർക്കുണ്ട്. ഒപ്പം VS ഗ്രൂപ്പിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്നു കെ.സി. രാജഗോപാൽ. അതിൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹത്തിന് പിന്നീട് രാഷ്ട്രീയമായി വലിയ തോതിലുള്ള തിരിച്ചടി സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്നത്. പിണറായി ഗ്രൂപ്പിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന പത്മകുമാറിനെ പോലെയുള്ള ആളുകളുടെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് കെ.സി. രാജഗോപാലിന് പിന്നീട് സീറ്റ് കിട്ടാതാകുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരുപാട് പിന്നോക്കം പോകുന്നതും അതുപോലെ ആറന്മുള വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇതിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാനൊക്കെ തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ആളുകൾ തയ്യാറായി എന്നുള്ളതും രാജഗോപാലിനെ വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറിയിരുന്നു. ഏതായാലും 78ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇപ്പോൾ വീണ്ടും തിരികെ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ നേരത്തെയും ചില പ്രമുഖരായ നേതാക്കൾ ഒരേ സമയം MLA-യും പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നിട്ടുണ്ട്, R. ബാലകൃഷ്ണനെ പോലുള്ള ആളുകൾ. ഏതായാലും ഇത്തവണ അദ്ദേഹം MLA അല്ലെങ്കിൽ പോലും പഞ്ചായത്ത് മെമ്പറായി മാറിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. കേരളത്തിലെ പഞ്ചായത്ത് അംഗങ്ങളിൽ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ജയിച്ച സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തികൾ ഒരാൾ തന്നെയായിരിക്കും കെ.സി. രാജഗോപാൽ എന്നാണ് കരുതപ്പെടുന്നത്.